പ്ലാറ്റിപ്പസുകളെ ദൈവം സൃഷ്ടിച്ചാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇവർക്ക് താറാവുകളെ പോലെയുള്ള ചുണ്ടുകളാണുള്ളത്. ബീവറിനെ പോലത്തെ ഉടലും വാലും. ഇവർ സസ്തനികളാണ്, എന്നാൽ പ്രസവിക്കുന്നതിന് പകരം മുട്ടയിട്ട് വിരിയിച്ചാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. കാണാൻ നല്ല ക്യൂട്ടൊക്കെയാണ്, പക്ഷേ ആൺ പ്ലാറ്റിപ്പസുകൾക്ക് വിഷമുണ്ട്. ഇവരുടെ താറാവിനെ പോലെയുള്ള ചുണ്ടുകൾ ഒരു സിക്സ്ത് സെൻസ് ആയിട്ട് പ്രവർത്തിക്കും. ഇവർക്ക് നിപ്പിൾസ് ഇല്ല, പക്ഷെ നേരിട്ട് ഇവരുടെ രോമത്തിലേക്ക് പാൽ പുറപ്പെടുവിക്കാനുള്ള ഗ്രന്ഥികൾ ശരീരത്തിലുണ്ട്. വേറൊരു കാര്യം, ഇവർക്ക് ആമാശയം എന്നൊരു സാധനമില്ല, അതുപോലെ പല്ലുമില്ല. ഇവരുടെ കൈകാലുകൾക്കിടയിലെ വെബിങ് ഉണ്ടല്ലോ, അത് റിട്രാക്റ്റബിൾ ആണ്. അതായത് ആവശ്യാനുസരണം അകത്തേക്കും പുറത്തേക്കും നീക്കാൻ സാധിക്കും. ഏറ്റവും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അൾട്രാവയലറ്റ് ലൈറ്റ് തട്ടിയാൽ ഇവർ ഫ്ലൂറസെന്റ് പോലെ തിളങ്ങും. ഇതിനെ വല്ല ലാബിലും ഉണ്ടാക്കിയതാണോന്നാണ് എൻ്റെ സംശയം. ഓസ്ട്രേലിയയാണ് പ്ലാറ്റിപ്പസുകളുടെ സ്ഥലം, പ്രത്യേകിച്ച് ഈസ്റ്റും സൗത്ത് ഈസ്റ്റേൺ ഓസ്ട്രേലിയ. പ്ലാറ്റിപ്പസ് ഒരു യുണീക്ക് ആയിട്ടുള്ള ജീവിയാണ്. ഇവരുടെ ചുണ്ട് താറാവിനെ പോലെയാണെങ്കിലും താറാവുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. രണ്ടുപേരുടെയും ചുണ്ടിൻ്റെ മോർഫോളജി ഒരുപോലെയാണെന്നുള്ള സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ. അതുപോലെ പ്ലാറ്റിപ്പസുകളുടെ ശരീരം ബീവറുകളെ പോലെ തോന്നുമെങ്കിലും അവരുമായും യാതൊരു ബന്ധവുമില്ല. പ്ലാറ്റിപ്പസുകൾ മോണോട്രിംസ് ആണ്, അതായത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന പ്രത്യേക ഇനം സസ്തനികളാണ് മോണോട്രിംസ്. ലോകത്ത് 5 മോണോട്രിംസ് വർഗ്ഗങ്ങളേ ഉള്ളൂ. പ്ലാറ്റിപ്പസുകളും എക്കിഡ്നയുടെ 4 വകഭേദങ്ങളും. സസ്തനികൾ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തണ്ടേ? എന്നാൽ പ്ലാറ്റിപ്പസുകൾക്ക് മുലയൂട്ടാൻ നിപ്പിൾസ് ഇല്ലല്ലോ. പക്ഷേ ഇവരുടെ വയറിൻ്റെ ഭാഗത്തുള്ള രോമങ്ങളിലേക്ക് നേരിട്ട് പാൽ ചുരത്തുവാനുള്ള ഗ്രന്ഥികൾ ദൈവം ലബോറട്ടറിക്കാർ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ വരുന്ന പാല് പ്ലാറ്റിപ്പസ് കുഞ്ഞുങ്ങൾ ഉറിഞ്ചി കുടിക്കാറാണുള്ളത്. ഇവരെ കാണാൻ നല്ല ക്യൂട്ടൊക്കെ ആണെങ്കിലും ആൺ പ്ലാറ്റിപ്പസുകൾ വിഷമുള്ളവരാണ്. പക്ഷേ പാമ്പുകളെയൊക്കെ പോലെ പല്ലിലല്ല വിഷം, അവർക്ക് പല്ലില്ലല്ലോ. ഇവരുടെ പിൻകാലുകളുടെ മുട്ടുകളിൽ കൂർത്ത മുള്ളുകളുണ്ട്, അതിലാണ് വിഷമുള്ളത്. എന്നാൽ ഈ മുള്ളുകളിലൂടെ എപ്പോഴും വിഷം ഉണ്ടാകാറില്ല. ഇവർ വിഷം പുറപ്പെടുവിക്കുന്നത് മേറ്റിംഗ് സീസണുകളിൽ മാത്രമാണ്. കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കും. പിന്നെ പാമ്പുകളുടെ വിഷം പോലെ കൊടിയ വിഷമൊന്നുമല്ലെങ്കിലും ഇവരുടെ വിഷമേറ്റാൽ ഒടുക്കത്തെ വേദനയായിരിക്കും. ആഴ്ചകളോളം ആ വേദന നിലനിൽക്കും. മോർഫിൻ കുത്തിവെച്ചിട്ടൊന്നും കാര്യമില്ലത്ര. ഒരു എക്സ്ട്രാ ഓർഡിനറി കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാറ്റിപ്പസുകളുടെ താറാവിനെ പോലെയുള്ള ചുണ്ടുകൾ ഒരുതരം 6ാം ഇന്ദ്രിയമായി പ്രവർത്തിക്കും. എങ്ങനെയെന്നാൽ ഇവരുടെ ചുണ്ടിലെ ആയിരക്കണക്കിന് സെല്ലുകൾ മറ്റുള്ള ജീവികൾ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ ഡിറ്റക്റ്റ് ചെയ്യാൻ സഹായിക്കും, സ്രാവുകളെ പോലെ. മാത്രമല്ല പ്ലാറ്റിപ്പസുകൾക്ക് അവരുടെ കണ്ണും മൂക്കും ചെവിയും എല്ലാം അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിൽ ഇവരുടെ ചുണ്ടുകളുടെ സഹായത്താൽ മാത്രം ഇലക്ട്രോ ലൊക്കേഷനിലൂടെ ഇരകളെ പിടിക്കാനും കഴിയും. പിന്നൊരു കാര്യം, ഇവർക്ക് ആമാശയം എന്നൊന്നില്ല. ഭക്ഷണം അന്നനാളം വഴി നേരെ കുടലിലേക്കാണ് പോകുന്നത്. പിന്നെ ഇവർക്ക് പല്ലുമില്ല. അപ്പോൾ നമ്മൾ കരുതും ഇവർ ചവയ്ക്കാതെയാണോ ഇരകളെ അകത്താക്കുന്നതെന്ന്. അല്ല, അതിന് ഇവർക്കൊരു സൊല്യൂഷനുണ്ട്. ഇരകളെ പിടിക്കുന്നതിനൊപ്പം ഇവർ കുറച്ച് ചെറിയ കല്ലുകളും മണലുമൊക്കെ വായിലാക്കിയാണ് ചവയ്ക്കുന്നത്. കട്ടിയുള്ള ഭക്ഷണങ്ങൾ ഇതിനിടയിൽ കിടന്ന് പൊടിയുകയും വിഴുങ്ങുവാൻ പാകത്തിനാവുകയും ചെയ്യുന്നു. എങ്ങനെയുണ്ട്? ഇവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും വെള്ളത്തിലാണ് ഇവർ ചെലവഴിക്കുന്നത്. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഇവരുടെ കൈകാലുകളിലെ വെബിങ് പുറത്തേക്ക് കൊണ്ടുവന്ന് നന്നായി തുഴയാൻ സഹായിക്കുന്നു. എന്നാൽ കരയിലേക്ക് കയറുമ്പോൾ ആ വെബിങ് ഉള്ളിലേക്ക് വലിയുകയും നന്നായി നടക്കുവാനും സഹായിക്കും. ബീവറുകളെ പോലെ പ്ലാറ്റിപ്പസുകൾക്കും ഒരേപോലത്തെ വാലാണുള്ളത്. പക്ഷേ ബീവറുകളുടെ വാല് വെള്ളത്തിനടിയിലൂടെ നന്നായി നീന്താനും വാലുകൊണ്ട് വെള്ളത്തിലടിച്ച് ശത്രുക്കൾക്ക് വാർണിംഗ് നൽകാനുമൊക്കെ സഹായിക്കുന്നു. എന്നാൽ പ്ലാറ്റിപ്പസുകളുടെ വാൽ അവരുടെ ബോഡി ഫാറ്റ് സ്റ്റോർ ചെയ്യാനും മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ പെൺ പ്ലാറ്റിപ്പസുകൾ തൻ്റെ ശരീരത്തോട് മുട്ടകൾ ചേർത്ത് പിടിക്കാനും സഹായിക്കുന്നു. എന്നാൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇതൊന്നുമല്ല. അൾട്രാവയലറ്റ് വെളിച്ചത്തിൽ പ്ലാറ്റിപ്പസുകളുടെ രോമം തിളങ്ങും. ഒരു നീല കലർന്ന പച്ച നിറമായി കാണപ്പെടും. ഈ പ്രതിഭാസത്തിന് ബയോഫ്ലൂറസൻസ് എന്നാണ് പറയപ്പെടുന്നത്. ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പഠനത്തിലാണ്. എന്താ അല്ലേ?